കേരളത്തിന്റെ പുതിയ കായിക നയവും കായിക സമ്പദ്ഘടനാ വികസനത്തിനുമായി അന്താരാഷ്ട്ര കായിക ഉച്ചകോടി തിരുവനന്തപുരത്ത് നടത്തും. ജനുവരി 23 മുതൽ 26 വരെയാണ് കായിക ഉച്ചകോടി നടക്കുക. കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബാണ് വേദിയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ കായിക രംഗത്ത് വിപുലമായ ആഗോള പങ്കാളിത്തവും നിക്ഷേപവും ലക്ഷ്യമിടുന്നതാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടി സമ്മേളനം. എല്ലാവർക്കും കായിക വളർച്ച കൈവരിക്കാനായുള്ള അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലാദ്യമായി കേരളമാണ് ഇത്തരത്തിലൊരു സമ്മേളനം സംഘടിപ്പിച്ച് കായിക സമ്പദ്ഘടന വികസിപ്പിക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള പങ്കാളിത്തം സ്പോർട്സിൽ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മൾ സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് മികവ് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും. 5000 കോടിയുടെ സ്പോർട്സ് സമ്പദ് വ്യവസ്ഥ എന്നതാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നതെന്നും നിലവിൽ 1000 കോടിയുടെ നിക്ഷേപങ്ങൾ ഉറപ്പായെന്നും മന്ത്രി വ്യക്തമാക്കി. വരും വർഷങ്ങളിൽ കായിക മേഖലയിൽ സംസ്ഥാനത്ത് 10,000-ത്തിലധികം തസ്തികകൾ കൊണ്ടുവരുമെന്നും ഉറപ്പു നൽകി. സർക്കാർ മെറിറ്റിൽ വരുന്ന കായിക താരങ്ങൾക്ക് സൗജന്യ പരിശീലനം ഒരുക്കാനും തീരുമാനമായി. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 23-ന് വൈകിട്ട് ഉച്ചകോടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിൽ 26 വരെയാണ് ഉച്ചകോടി നടക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.